ഷെറിതോടെ പോയി കിടക്ക. ഷെറിയേ ഈ ആ മിറ്റത്ത് കൂടെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നിക്കണ്ട കേട്ടോ. അന്നെ ഇവിടെ ആ ചെക്ക ഇവിടെ കൊടുന്നാക്കിക്കണതേ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടുത്തെ പണി എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഔത്ത് വന്നിരിക്ക്. ഈ പറഞ്ഞമാർക്ക് ആദ്യം ഈ പെരന്റെ ഉള്ളിൽ വന്ന ഓള് പണി തന്നെ എടുക്കൂലായിരുന്നു. ഇപ്പൊ പണിയോട് പണിയാണ്. പഠിച്ചോനെ, ആദ്യം എന്തായിരിക്കും ഫോൺ എടുക്കാത്തത്? 6-ാം മാസം തുടങ്ങിയതിനെ കൊണ്ട് നല്ല ക്ഷീണമുണ്ട് അവിടെ നിന്ന് പറഞ്ഞ്. എന്ത് പറ്റിയാവോ? ഡോക്ടർ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കണ റെസ്റ്റ് എടുക്കണം എന്നുള്ളത്. അപ്പൊ അതിനാണ് ഇപ്പൊ ആ ചെക്ക ഇവിടെ കൊടുന്നാക്കിയിരിക്കണത്. അപ്പൊ നോക്കുമ്പോൾ ഫുള്ള് ഇവിടെ പണിയോണ്ട് പണി. ആദ്യം 6-ാം മാസം അല്ലേ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞമാർക്ക് ഒരു വസ്തു പറഞ്ഞാ കേൾക്കൂലെന്ന് വെച്ചാൽ എന്താ കാട്ടല്? പക്ഷെ ഇവളിതവിടെ പോയി ബെല്ലടിക്കണ്ടല്ലോ. ആ ബാത്റൂമിലാ തോന്നണം. ഇത് അഫ്സൽ കാക്കന്നാവും. നേരം വെളുത്തിട്ട് എത്ര വിളിയാ വിളിക്കണത്. 37 വന്നെടുത്തോളും. ആള് കലിപ്പിലാണല്ലോ. ഇപ്പൊ ഫുള്ള് ആദ്യ താത്താനും ചെറിയ താത്താനും മതി, ഞമ്മളെ വേണ്ട. വന്ന കാര്യം പറ. ഇമ്മ ആദിതാത്തോടെ ആദിതാത്താന്റെ ഫോണ് കൊറേ നേരമായി ബെല്ലടിക്കണ്. ഇമ്മ കണ്ടിട്ടില്ലല്ലോ. ഔത്തെങ്ങാനുണ്ടാവും. ചെറിയതാത്ത എവിടെയാണ്? മിറ്റത്ത് നടക്കണേ. താത്ത ഉണ്ട് അവിടെ പുറത്ത് നടക്കണ്. ആദ്യം ബാത്റൂമിൽ എങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നേരം എൻ്റെ അടുത്ത് ഉണ്ടായിന്ന്. കൊയക്ക് ഇങ്ങനെ വരണുണ്ട്, ഇങ്ങനെ കോട്ടായിട്ട് ഇങ്ങാട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞതാണ് ഇജ്ജ് കുറച്ചേരം പോയി കിടന്നോന്ന്. ചിലപ്പോ ബാത്റൂമിൽ കയറ്റി പോയിട്ടുണ്ടാവും. ആ അഫ്സൽ എങ്ങനാവും വിളിക്കണത്, വേറെ ആരും ആവില്ല. ഓ ഈ പറഞ്ഞ മാരിക്ക് നേരം വെളുത്തതിന് ശേഷം ഒരു 5-6 പ്രാവശ്യം ഓൾക്ക് വിളിച്ചിക്കണ്. എന്തായി, കുഴപ്പമൊന്നുമില്ലല്ലോന്ന്. എൻ്റെ കാക്കാന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടുണ്ട് വിചാരിക്കും ഈ പെരനുള്ളിൽ ഒരു മനുഷ്യന്മാരില്ല എന്നുള്ളത്. ഓനക്ക് മാത്രം പെണ്ണുങ്ങളുള്ള, ആദ്യമായിട്ട് ഓനക്കും ഓൻ്റെ പെണ്ണുങ്ങൾക്ക് പള്ളയുണ്ടായിക്കണം എന്നുള്ളത്. ഈ പറഞ്ഞ മാതിരി അമ്മാതിരി കാട്ടിക്കൂട്ടിലാണ് എൻ്റെ കാക്കാൻ്റെത്. ആ ഓനക്ക് അവിടെ കിടന്നിട്ട് ബേജാറുണ്ടാവും. മടി പോയേക്ക്. അഫ്സൽ കാക്ക തന്നെ ആയിരിക്കും, വേറെ ആര് വിളിക്കാനാണ്? ബാത്റൂമിൽ നിന്ന് വന്നിട്ടെങ്കിലേ ആ ഫോണൊന്ന് എടുത്തു നോക്ക്. ചെല്ലി ഒരു കാക്കാനോട് പറഞ്ഞാളാ. അല്ലെങ്കിൽ ഇപ്പൊ ഓന് ഉരുക്കി തീരുണ്ടാവും. ആദ്യക്ക് എന്തേ പറ്റിന്ന് വിചാരിച്ചു കണ്ട്. അല്ലെങ്കിൽ അവക്കും മനക്കും ഒക്കെ ഇപ്പൊ വിളിയായിരിക്കും. അത് അങ്ങനെ ഒരു കുട്ടി. ചെറുതാത്താനോടെ ആവത്ത് വന്ന് കെടുക്കാൻ പറയും. ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി പായല്ലേന്ന് പറയും. ഡോക്ടർ പറഞ്ഞിരിക്കണ എന്താണ്, ഒരു 5-6 മാസം വരെ ഓളോട് റെസ്റ്റ് എടുക്കാനാണ്. അതാണ് അളിയാക്ക് ഓളെ ഇവിടെ കൊടുന്നാക്കിയിരിക്കണത്. അപ്പൊ നോക്കുമ്പോൾ ഓൾ ഈ പറഞ്ഞ മാതിരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തന്നെ ഒരു ഒതുക്കയ്യാത്തൊരു കുട്ടി. ചെല്ല്. ഇപ്പം മാക്കേ ആദ്യം ചെറുതാത്താനി മാത്രം മതി, ഇന്ന വേണ്ട. എന്താ കെയറിങ്. ചോറുന്നാന്, ചായ കുടിക്കാന്, ഞാൻ ഇവിടെ കുടിച്ചിക്കണോന്നോ കോളേജിൽ പോണുണ്ടോന്നോ ഒന്നും ഒരു ശ്രദ്ധ ഇല്ല. വെറും ആദിതാത്ത ഷെറിത്താത്ത, ഈ 2 ആൾക്കാർ മാത്രം മതി. സാരല്ല, ഇന്റെ ഒപ്പുണ്ട്, അത് മതിക്ക്. പിന്നെ വേജാറുണ്ടാവൂലേ. ഇന്റെ 2 മക്കളല്ലേ, ഒന്നിന് 3-ാം മാസം ഒന്നിന് 6-ാം മാസമാണ്. പിന്നെ ഉമ്മാക്ക് വേജാറുണ്ടാവൂലേ. ആ ഇപ്പൊ ഇച്ചൊന്ന് അനെ കെട്ടിച്ചുകൊണ്ട് അനക്ക് പള്ളയുണ്ടാവുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ഇരട്ടി വേജാറാവും. കാരണം ഷെറിതാത്താൻ്റെയും ബളിമാരിക്കല്ലേ, ആദിതാത്താൻ്റെയും മാരിക്കല്ല എൻ്റെ കാട്ടിക്കൂട്ടല്. കയ്യും കാലും ഇങ്ങനെ കിരിയരിച്ചുകൊണ്ടാണല്ലോ. ഒരു ഒതുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഉണ്ടാവില്ല. അപ്പൊ ഉമ്മാന്റെ ഇതിനെക്കാട്ടി ഇരട്ടി വേജാറ് എനിക്ക് കാണാം. ഞാൻ പാവാണ് ഉമ്മ, ഞാൻ ഉമ്മാനായിട്ട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഞാനേ അനുസരിച്ച് ഒരു ഒരു മൂലക്ക് അങ്ങനെ ഇരുന്നുകൊണ്ട് ഇക്ക് ചോറ് റൂമുക്ക് കൊടുന്നേരിക, ചായ നേരത്തിന് റൂമുക്ക് കൊടുന്നേരിക. ഉമ്മാനെ കൂടി ചെല്ല്. ഫോൺ ബെല്ലടിക്കണതാ, പോയി എടുക്കാൻ നോക്ക്. കാക്കന്നെ ആവും, വേറെ ആരും ആവില്ല. ചെല്ല്. അല്ലാത്തൊരു പെണ്ണ്. ശരിയേ ആ ഇമ്മ വിളിയോണ്ട് വിളിയോർത്തി. ഞാൻ മിറ്റത്ത് കറങ്ങിയാൽ മതി. അത് വരണു. ആ ഒന്നുകൂടി വിളിച്ചോക്കാം.
ഒരു കാര്യം. ഹലോ ഇക്ക, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആദി, നീ എന്താടാ ഫോൺ എടുക്കാത്തേ? ഞാനാകെ പേടിച്ചു പോയി. നിനക്ക് സുഖം തന്നെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലാ ഇക്ക പേടിക്കണ്ട, ഞാൻ ബാത്റൂമിലായിരുന്നു. ഇക്ക് പെട്ടെന്ന് വന്ന് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. നീ പറഞ്ഞതൊക്കെ ശരിയാണ് ആദി. ഞാൻ അവിടെ എല്ലാത്തിൻ്റെ സമാധാനക്കേട് എനിക്ക് നന്നായിട്ടുണ്ട്. ആദി, ഇത് 6-ാം മാസമാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ അത്രയ്ക്കും സൂക്ഷിക്കണേ. നീ ഇല്ലാതെ എങ്ങനെയാ ആദി ഞാനിവിടെ ഒറ്റയ്ക്ക്. ആദി, പിന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ എന്നെ കോൾ ചെയ്യണേ. ഇക്ക ഇങ്ങനെ പേടിക്കല്ലേ. എൻ്റെ കൂടെ റീനു ഉണ്ട്, ഇമ്മ ഉണ്ട്, ഷെറി ഉണ്ട്, എല്ലാവരും ഇല്ലേ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കണ? എന്തിനാണ്? ഇക്കപ്പേ ഇക്കാൻ്റെ സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ ഇക്ക ഇങ്ങനെ ടെൻഷൻ അടിക്കലല്ല. ഇക്കൻ്റെ കൂടെ വേണമെന്നുള്ളത് ഇക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? പറ്റാത്തൊരവസ്ഥ ആയില്ലേ. അതിന് ചെല്ലിക്കാണ്ട് ഇക്ക അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ രണ്ടാള് ഒരേപോലെ പേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാ? ആടാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ആ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞല്ലേ. ആദി, നിനക്ക് എന്ത് അസ്വസ്ഥത തോന്നിയാലും റിനുവിനെയും ഷെറീനെയും ഒക്കെ വിളിക്കാം. ഒരു മടിയും കാണിക്കല്ലേ. ഇവിടെ റീനും ഇമ്മയും ഷെറിനെയും മാറി മാറി നല്ലോണം നോക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഇക്കാടെ ടെൻഷൻ കണ്ട വിചാരിക്കേ എനിക്ക് വിളിച്ചിട്ട് കുറേ കൊല്ലങ്ങളായിന്ന്. ഇപ്പൊ നേരല്ലേക്ക് വിളിച്ചു വെച്ചത്. ആദി, പിന്നെ നിന്റെ ഉമ്മ എന്നല്ല എന്നെ വിളിച്ചായിരുന്നു. അടുത്ത ആഴ്ച അവർ വരുന്നുണ്ട്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാന്നാ പറഞ്ഞത്. ഇമ്മ എന്നോട് പറഞ്ഞിരുന്നു. ഇമ്മക്ക് എപ്പോ വിളിക്കുമ്പോഴും അതെന്നെ പറച്ചിലുള്ളൂ, ഈ എന്നാ കണ്ട് വരണേ, 7-ാം മാസം ആവാറായി എന്നുള്ളത്. സാധാരണ 7-ാം മാസത്തില് സ്വന്തം പെരേക്ക് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമല്ലോ, അതാണ് ഉമ്മ അങ്ങനെ പറയണത്. ആദി, നിനക്കറിയാലോ, ഇപ്പം നിന്റെ വീട്ടിൽ ഉപ്പില്ല. ഉമ്മാക്കാണ് തീരെ വയ്യ. പിന്നുള്ളത് അനിയത്തി മാത്രം. ഈ 2 പെണ്ണുങ്ങളെടുക്ക് നീ കൂടി പോയാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. മാത്രമല്ല, രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരുണ്ട് ആദി അവിടെ? പക്ഷെ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ പ്രസവത്തിന് പോവാതെ മാപ്പിളുടെ പെരയിൽ തന്നെ എങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ? നാട്ടുകാർ പറയുന്നല്ലാതെ നമ്മുടെ കാര്യം. നീ എൻ്റെ വീട്ടിലാകുമ്പോൾ ഉമ്മയും ഷെറിയും റിനുവും നിനക്കൊരു കുറവും വരുത്തൂല. അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മളെ കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ വീട്ടിലോട്ട് പോവാം. നീ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അമ്മ വിളിക്കുമ്പോളേ കാര്യം പറഞ്ഞോണ്ട്. അത് മതി. ഇനി നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട. ശരിക്കാ, ഞാൻ വിഷമിക്കൊന്നുമില്ല. ഇപ്പം അല്ലെങ്കിലും കുഞ്ഞുണ്ടായ മുതൽക്കേ കുഞ്ഞിനോട് മാത്രം സ്നേഹമുള്ളൂ, എന്നോടില്ല. സാരല്ല. ലീവിന്റെ കാര്യം എന്തായിക്കാ? ഞാനേ മാനേജറോട് സംസാരിച്ചിട്ടുണ്ട്. പ്രസവ സമയത്ത് ഞാൻ നാട്ടിലെത്തും. ആദ്യം ഒന്നും കൊണ്ടും പേടിക്കണ്ട. പിന്നെ ആദി, എനിക്ക് ഡ്യൂട്ടി കയറാൻ സമയമായി. മോളെ സൂക്ഷിച്ച് നടക്കണേ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എടാ ചെക്കാ, എൻ്റെ ഒപ്പം രാവിലെ മുതൽക്ക് എത്ര പ്രാവശ്യമാണ് വിളിക്കണത്? എൻ്റെ പൊന്നു ആദ്യ, ഈ എവിടെ പോയി കെടുക്കായിരുന്നു? എൻ്റെ അഫ്സൽ എത്ര നേരമായി വിളിക്കണത്. പോരാത്തതിന് എനിക്ക് മെസ്സേജ് ഇട്ടിക്കണ് ആദ്യം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല ചെറിയ, ഞാൻ ബാത്റൂമിലായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നീച്ച് വരാൻ തോന്നണ്ടേ. പള്ളയിലുണ്ടാവില്ല അനക്കുണ്ടായിക്കണെന്നുണ്ടെങ്കിലും എൻ്റെ മാപ്പിൾക്കാണ് അവിടെ പ്രസവ വേദന എല്ലാം. അല്ലെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ഫോണ് കൊണ്ടുപോയിക്കൂടെ? എത്ര നേരമായി അവൻ വിളിക്കണത്. ഇപ്പം ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടാവും എൻ്റെ മാപ്പിൾക്ക്. വിളിച്ച് സംസാരിച്ചാ സമാധാനമായിട്ടുണ്ടാവും. ഇക്ക വേജാറോണ്ടേ ഒരു മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ്. ഇനി നോക്കിക്കോ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ വിളിക്കോ. എന്താ ആദ്യേ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഭക്ഷണം കഴിക്കണം, ഗുളിക കുടിക്കണം എന്നിട്ട്. അതാണ് എൻ്റെ ആങ്ങള.
എന്താ ചെറിയ താത്ത ഈ അതിനിട്ട് ഇങ്ങനെ വേജാറാക്കണത്? പണ്ടത്തെ മാരിക്ക് ഓടി പാടി വന്നുങ്ങാണ്ട് ഫോൺ എടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ മാരിക്ക് നമ്മൾ അഫ്സൽ കാക്കാക്കെ വേറെ ഒരു പണിയില്ല. അന്ന് നേരെ വിളിച്ചിട്ട് എത്ര പ്രാവശ്യമാണ് വിളിച്ചിക്കണെന്ന് അറിയോ? ആദ്യത്തെ പോലെ ഓടി പാഞ്ഞ് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു 5 മിനിറ്റ് നേരം ഫോൺ എടുക്കാതായിട്ടുണ്ടെങ്കിൽ അഫ്സലാക്ക് അവിടെ കിടന്നുങ്ങാണ്ട് ബേജാറാവും. അതിന് പുറമെ ഈ ഇങ്ങനെ ഇതിനിട്ട് കണ്ട് ടെൻഷൻ അടിക്കാനുള്ള സ്വന്തം ശരീരം നോക്കണ്ട കേട്ടോ. നാത്തൂന് ഭയങ്കര കെയറിങ് ആണ്. ഓ ഇന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് എന്തോ ഒരു സ്നേഹം നോക്കാം ആദ്യം നമ്മൾ അഞ്ചത്തിക്ക് ഇന്നോടും അന്നോടൊക്കെ. രാവിലെ അങ്ങോട്ട് കോളേജിലേക്ക് പോകും, പിന്നെ വൈകുന്നേരമാണ് വരവ്. അത് വന്നിട്ടുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പഠിക്കാണ്ട് തന്നെ അങ്ങോട്ട് കേറുന്ന ആളാണ്. ഇന്റെ പൊന്നു ചെറിയ ഇമ്മാന്റെ കുട്ടി അതിനെങ്ങനെ ഇട്ട് വേജാറാക്കല്ലേ. ഈ പറഞ്ഞ മാരിക്ക് എന്റെ ആങ്ങളെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലേ? ഫോൺ എടുക്കാതെ ഇരുന്നിട്ടില്ലല്ലോ. എന്റെ ആങ്ങളെ ഈ പറഞ്ഞ മാരിക്ക് 3-4 പ്രാവശ്യം വിളിച്ചിട്ട് നേരം വെളുത്തിട്ട് ആ പെണ്ണിനൊരു സുഖം കൊടുക്കാതെ. എന്താ മാറിയാ കുഴപ്പമൊന്നുമില്ല, വേദനയും വരുത്തൊന്നുമില്ലല്ലോ എന്ന് വെച്ചാണ്ട് അങ്ങനെ അവിടെ ഇരുന്നാണ്ട് വിളിക്കും ഈ പറഞ്ഞ മാരി. പിന്നെ അല്ലമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കി ഓളോട്. ഓളോളൊരാങ്ങളെ ഒരു സുഖം തരൂല. ഓള് 3-ാം മാസത്തിന് ഇവിടെ റെസ്റ്റിന് വന്നതല്ലേ. ആ ആളാണ് ഇന്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഇന്നെ ശുശ്രൂഷിക്കാൻ നടക്കണത്. നല്ല കഥ. ഇനി പാളിയാനോട് ഞാൻ പറയേണ്ടി വരുവാണാവോ, അനക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആള് എന്നെ വിളിച്ചങ്ങാണ്ട് ചീത്ത അറിയണാവോ. എടി ഈ ഒന്നൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്ക്. ആദ്യം എനിക്ക് കിടന്നിട്ട് ഒരു കെടുപ്പരപ്പ് കിട്ടണ്ടേ? ഈ പറഞ്ഞ മാരിക്കൊന്നല്ല. വെയ്യടി ഈ എങ്ങനെയാണ് ഇതിങ്ങനെ കെടുക്കണത്? നാത്തൂനെ കയർ ചെയ്ത് കാണ്ടേ അവസാനം അളിയാങ്ക വന്നുങ്ങാണ്ടേ ഞങ്ങളെ ചീത്ത അറിയാൻ നിൽക്കണ്ട. അനക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം സ്വന്തം തടി നോക്കാൻ നോക്ക്. ചെറിയ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞതിന് ഒരു രസമുണ്ട്. ഒരാങ്ങളെയും പെങ്ങളും വന്നിക്കണം ഈ പറഞ്ഞ മാതിരി. കഴിഞ്ഞ മാസം തന്നെ ആദ്യനെ കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞത് എന്താണ്, വല്ലാതെ ഓടിപ്പാഞ്ഞു കാനുള്ളതും അങ്ങനെ ഇങ്ങനെ ഒന്നും എടുക്കരുത്, കുമ്പിട്ട് നീരരുത് എന്നാണ്, റെസ്റ്റ് വേണമെന്നാണ്. അതിന്റെ ഇടയ്ക്കോ അങ്ങനെ വിളിക്കുമ്പോ ബാത്റൂമിൽ നിങ്ങൾ മണ്ടി വരാൻ പറ്റുമോ? ഓ ഇത് അതിനെങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കല്ലേ. ഇമ്മാന്റെ കുട്ടി അള്ളാനെ വിചാരിച്ചു കാണ്ടേ ഇമ്മാന്റെ കുട്ടി ഒന്ന് റെസ്റ്റ് എടുക്ക. എന്നിട്ട് ജാതി കാക്കാന്റെയും അഫ്സൽ കാക്കാന്റെയും കാര്യം നോക്കിയാൽ മതി. ഈ പറഞ്ഞ മാരിക്ക് എന്റെ അഫ്സൽ കാക്ക ഞാൻ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വൈകുന്നേരം. ഇനി ഇപ്പൊ 5 മിനിറ്റ് കഴിയുമ്പോൾ ഓൾക്ക് വിളിക്കും. കുഴപ്പമൊന്നും ആദ്യെന്ന് വെച്ചു കാണ്ട് ഇതൊരു പഠിപ്പയക്കണോ എനിക്ക്? ഒരു പെണ്ണിന് ഒരു സുഖം കൊടുക്കാഞ്ഞാല് ഇങ്ങോട്ട് വന്ന അടുക്കളേക്ക് കന്നോട് കാര്യം പറയാണ്ട് മേമായോ. ആ വരമ്മ. ചെറിയ ഇജ് രാവിലെ കുടിക്കാനുള്ള ഗുളിക കുടിച്ചിരുന്ന ഇല്ലല്ല, നിങ്ങോട്ട് വായോ. അത് വന്നിരുന്ന് കുടിക്ക്. എന്നിട്ട് ഇജ് ആദ്യം അഫ്സലും വർത്താനം പറയുണ്ടോ, ഫോൺ എടുക്കാൻ നേരം വൈകി അതിനെ പറ്റിങ്ങാണ്ട് വിശദീകരിച്ച് ചോദിക്കാം. എൻ്റെ ഒരു ബേജാറും വേവലാതി. അനക്കും എൻ്റെ കാക്കാക്കും മാത്രം ബേജാറും വേവലാതിയുള്ളൂ, വേറെ ആർക്കും ഇല്ല. നിങ്ങളെ രണ്ടാളെയും കാട്ടിക്കൂട്ടൽ കണ്ടാൽ ഈ പറഞ്ഞമായിരിക്കും. ഇങ്ങോട്ട് വായോ. ഇല്ല കുടിച്ചിട്ടില്ല ഗുളിക, ഞാൻ ഇപ്പൊ വന്ന് കുടിച്ചോളാം. അത് വരണേ ആദ്യേ ഇതിങ്ങനെ ഇനി കട്ടുമ്പോ ഇങ്ങനെ ഇരിക്കാൻ നിക്കണ്ട കേട്ടോ. കാലുമൊക്കെ നീര് വരും. എൻ്റെ കുട്ടി വെയ്ക്കണമാര് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. ഡോക്ടർമാര് റെസ്റ്റ് എടുക്കാനൊക്കെ പറയും, ശരിയാണ്. പക്ഷെ കൂടുതൽ കിടന്നാലും കേട് തന്നെയാണ്. ആമാ ഞാൻ നടന്നോളാം. ഇക്കല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉറക്കൊന്നും വരവില്ല. കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് വരാം അടുക്കളയ്ക്ക്. നിങ്ങൾ ഇന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും അതിന് പണിയെടുക്കാൻ സമ്മതിച്ചാൽ മതി. ഇത് എനിക്കും തന്നെ ചടക്കൽ തുടങ്ങിക്കണം, ഒരു പണിയെടുക്കാനും സമ്മതിക്കൂല. ഞാൻ വരമ്മ. കുറച്ചേരം ഡൈനിങ് ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന കൂടുതൽ ഇരുന്നിട്ടുണ്ടെങ്കിലേ അത് പള്ളയെ കിടക്കണ കുട്ടിക്ക് അത് കേടാണ്, നീരെടുത്ത് മുട്ടും. അങ്ങനെ ഉണ്ട്. പിന്നെ പ്രസവത്തിന്റെ ടൈമിലായിരിക്കും അപ്പൊ സ്വയിപ്പാവല്. കുമ്പിട്ട് നീരണ്ടാന്നല്ല ഡോക്ടർ പറഞ്ഞത്. പതുക്കെ ഇങ്ങനെ നടന്നത് കുറച്ചേരം കൂടെ വന്ന് കിടന്നു. അങ്ങനെ കൂടുതൽ അങ്ങോട്ട് കെടുക്കും വേണ്ട, എന്നാ കൂടുതൽ നടക്കും വേണ്ട, അങ്ങനെയാണ്. ആയ് ചെറിയ ഇവിടെ ഒന്ന് എനിക്ക് ഞാൻ പറഞ്ഞ വിഷമായ. ഞാൻ അഫ്സല് അവിടെ എന്താണ് ടെൻഷൻ അടിക്കൂല വെച്ചിട്ട് ആ ഒരു ഇതിൽ പറഞ്ഞതാട്ടാ. പിന്നെ അവൻ്റെക്ക് മെസ്സേജ് അയച്ചിന്ന് ഒരു ബേജാറോടൊക്കെയാണ് മെസ്സേജ് അയച്ചത്. ഒന്നും തോന്നല്ല ആദ്യ ടെൻഷനായ ഒന്ന് പോവണ്ട അവിടുന്ന്. ഓളൊരു കൊഞ്ചല്. ഇനിയിപ്പോൾ ഈ എന്നോട് അങ്ങനെ സ്ട്രോങ്ങിൽ വർത്താനം പറഞ്ഞിട്ടാണല്ല. ഇനിയിപ്പോൾ എന്നെ ദേഷ്യപ്പെട്ടാലും അടിച്ചാലും എന്താണ് എൻ്റെ ഉള്ളിൽ എന്നുള്ളതേ ഈ ആദിക്ക് നല്ലോണം അറിയാം. ഒക്കെ ചോർന്ന് ഞാനേ പോയോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിലേ നമ്മളമ്മ എന്നെ നിർത്തിപ്പൊരിക്കും. ഡോക്ടർ ഏത് നേരത്താണ് അവൻ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്? ഒരു സുഖം തരുന്നില്ല. ഇപ്പൊ ഞാൻ ആ മുറ്റത്തൊന്നും നടന്നപ്പോ ഇമ്മ എവിടെയെന്ന് വെച്ചിങ്ങാണ്ട് വിളിക്കായിരുന്നു. ഇതിപ്പോ നടക്കാനും ഇരിക്കാനും വയ്യ. എനിക്കാന്നുണ്ടെങ്കിൽ കിടന്നിട്ട് കെടുപ്പിട്ടണ്ടേ. കെടുപ്പ് കിട്ടണ്ടേന്നില്ലേ.
ഒരു പൊന്നു മോളെ എന്നെ ഇവിടെ റെസ്റ്റിന് കൊടുന്നതാണ് എൻ്റെ അമ്മായിമ്മയും മാപ്പിളി ഇവിടെ കൊടുന്നാക്കിയതാണ്. അല്ലാതെ എന്നെ ഇവിടെ സാധാ കൊടുന്നാക്കിയതല്ല. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്ന് ശ്രദ്ധിക്ക്. എൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലേലും വേണ്ടില്ല, ആ കുഞ്ഞിനും വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഒതുങ്ങി നടക്ക്. ഇന്നെ ഭയങ്കര ഉപദേശിക്കാൻ നല്ല ആളാണ്. സ്വന്തം കാര്യ പൊടി പോയി ഗുളിക എന്തെങ്കിലും കുടിച്ചിട്ടാന്നുണ്ടെങ്കിൽ കുടിക്കാൻ നോക്കടി. ഇമ്മ അതിനാ വിളിക്കണത്. ആദ്യം വേദന ഉണ്ടോ? വേദന അല്ലടി, ഈ 6 മാസം ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ല. എൻ്റെ ഉമ്മൊക്കെ പറഞ്ഞ് കൊളത്തി പിടിക്കലും നാവ്യവേദന ഒക്കെ ഉണ്ടാവുന്നു. അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതേ, കുട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് റെസ്റ്റ് പറഞ്ഞത്. വേറൊന്നുമില്ല. അതാണ് വല്ലാതെ പണിയും കാര്യങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത്. അത് നിങ്ങളെല്ലാരും കൂടി ഇടം വല നിന്നിട്ട് ഇന്നിപ്പോ നിങ്ങൾ നോക്കല്ല ചെയ്യുന്നത്. ഇക്കന്നെ ഒരു വെറുപ്പായി തുടങ്ങിയിരിക്കും നിങ്ങളെ ഈ നോട്ടം കണ്ടിട്ട്. എടി പഹത്തിയ ചെന്ന് പറയാൻ നിൽക്കല്ലട്ടോ അമ്മാനോട്. എന്നാ പിന്നെ അത് മതി ഉമ്മാൻ്റെ അടുത്ത് നിൽക്ക് ചീത്തയേക്കാൻ. ഞാൻ എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് പോയേക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിലേ അടുത്ത ചീത്ത എനിക്ക് അതിനാകും. പൊന്നാരൻ്റെ കുട്ടിയാ. ഇമ്മാന്റെ കുട്ടിനോട് എത്ര പറഞ്ഞിട്ടുണ്ട് നേരത്തിനും കാലത്തിനും ഗുളിക കുടിക്കണം എന്നുള്ളത്. ഒതുങ്ങിയൊരു പാത്തി ഇരിക്കണം എന്നുള്ളത് എത്ര ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താ കേൾക്കാത്തത്? ഇതെന്താ പൈതലാണ് ഇമ്മ, ഞാൻ മറന്നതാണ് കുടിക്കാനേ. പൈതലാന്നുണ്ടെങ്കിൽ പൈതലാന്ന് വെക്കാം. ഇത് ഈ പറഞ്ഞ മാനിക്ക് മാഞ്ഞാളം കളിക്കുന്ന ചെറിയമ്മാന്റെ കുട്ടി. എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എൻ്റെ മാപ്പിളുടെ അടുത്തോര് പറയും ഞാൻ നോക്കിയില്ല, ഞാൻ ഇവിടെ കൊടുന്ന് പണി എടുപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. പള്ള ഉണ്ടാവണതിന്റെ മുന്നേ ആ പെരയിൽ ഒരു പണി എടുപ്പിക്കുമല്ലോ. അതിനോളമ്മ പള്ള ഉണ്ടായി വെക്കുമ്പോഴാണ് ഓളമ്മ പണി എടുപ്പിച്ചെന്ന് പറയും. അതിനോട് ഡോക്ടർ പറഞ്ഞ മാതിരി ഒതുങ്ങി ഇരുന്നട്ടാ. ഇന്നലെ വാരിക കൂടെ വേദന ഉണ്ടെന്ന് പറഞ്ഞില്ല ജി. ഗ്യാസ് ആണമ്മ. ഗ്യാസ് എന്ത് പറഞ്ഞാലും ഓൾക്കൊരു ഗ്യാസാണ്. കുഴപ്പമൊന്നുമില്ല എന്നറിയും. ഇതൊരു പഠിപ്പയിക്കണം എനിക്ക് എൻ്റെ ഒരു ഒലക്കമത്ത സ്വഭാവം. ആ ചെക്കനെ ഇനി ബേജാറാക്കരുത്. എൻ്റെ അഫ്സലിനെക്കാട്ടും കഷ്ടമാണ് എൻ്റെ മാപ്പിള. ആങ്ങളെ അവിടുന്ന് ഇങ്ങനെ വിളിയുള്ളൂ. ഇത് വൈകുന്നേരം ആണതിന് മുന്നേ വിളിക്കും ചെയ്യും. എന്തെങ്കിലും അവിടെ ഇവിടെ വേദന ഉണ്ട് എന്ന് അറിയുമ്പോൾ ഓൻ കാറെടുത്ത് ഇവിടെ എത്തി. രണ്ടു കണക്കാ, ആങ്ങളെയും കണക്കാണ് അളിയനും കണക്കാണ്. ഇതിപ്പോ നിങ്ങളെ രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നാലെ മണ്ടി മനുഷ്യന്മാർക്കാണ് ഇപ്പൊ ഒരു സുഖയ്യ എല്ലാം. ഗുളിക ഭയങ്കര കയ്പ്പ്. ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്കായൊന്നും ഇല്ലല്ലോ. എനിക്ക് അതിന് മാത്രം വലിയ സൂക്കേടൊന്നും ഇല്ലല്ലോ. ഡോക്ടർ ചെറുതായിട്ട് ഒരു ബ്ലീഡിങ് കണ്ടപ്പോൾ പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുക്കണം ഒരാഴ്ച എന്നുള്ളത്. ഇതിപ്പം മൂപ്പരാൾ ഇന്നിവിടെ കൊടുന്നാക്കിങ്ങാണ്ട് ഇവിടെ അതിനെക്കാട്ടും വലിയ കഷ്ടം, അവിടെ അതിനെക്കാട്ടും വലിയ കഷ്ടം. കട്ടുമെന്ന് ഇങ്ങോട്ട് നീക്കാൻ സമ്മതിക്കൂല അവിടുത്തെ അമ്മ. അതേപോലെ തന്നെ പേടി. അതിൻ്റെ ഇമ്മ വിളിച്ചിരുന്നു ഓളെ പ്രസവത്തിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ എന്നാ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകാണ്ട്. എൻ്റെ കാക്ക പറഞ്ഞത് ഓളെ പറഞ്ഞയക്കണ്ടെന്നാണ്. ഇവിടെ നോക്കിക്കൊണ്ട് എനിക്കും അതന്നെയാണ് പറയാനുള്ളത്. ആദ്യം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അവിടെ പോളമ്മയും അഞ്ചത്തിയല്ലേ ഉള്ളൂ. അവർക്ക് എങ്ങനെയാണ് ഇതിനെ നോക്കാൻ കഴിയുക? ഇനിയിപ്പോൾ നമ്മളെ ആളെ നിർത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ശരിയാവൂല. അതന്നെ നല്ലതുമ്മ, ആദ്യം പറഞ്ഞയക്കണ്ട. കാരണം ഇപ്പം ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലോ, അതൊരു പേടി തന്നെയാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരാ ഉള്ളത്? ആണുങ്ങളായിട്ട് ആരും ഇല്ല. അവൾക്ക് പെട്ടെന്ന് വല്ല വെള്ളം പൊട്ടി പോവുക അല്ലെങ്കിൽ പ്രസവവേദന കളകിയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുമണ്ടാൻ ആരും ഇല്ല. ഓൾ ഇവിടെ പ്രസവിച്ച് കിടന്നോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അഫ്സലാന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഓൻ പറഞ്ഞെന്താ ഞാൻ നോക്കിക്കൊണ്ട് ആദിനേന്നാണ്. ഇപ്പം എന്താ ഈ പ്രസവിച്ച് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടേക്കൊക്കെ ഓൻ വിളിച്ച് ബുക്ക് ചെയ്തിക്കണല്ലോ. അപ്പോൾ പ്രസവിച്ച പാടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓളമ്മി ഓളഞ്ചത്തി അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ നോക്കിക്കൊണ്ട് ഓളെ പറഞ്ഞയക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ പോൻ്റെ വാക്ക് മറി കടന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അഫ്സലാക്ക പറഞ്ഞത് കേൾക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അഫ്സലാക്ക പറഞ്ഞതേ കേൾക്കാതെ നമ്മൾ ആദ്യം പിന്നെയും പ്രസവത്തിന് അവളോർക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അഫ്സലാക്ക് പിന്നെ അതാവും. പിന്നെ ഇവിടെ അടുത്ത പ്രശ്നം അതായിരിക്കും. പിന്നെ പറഞ്ഞത് ഓനക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ഓളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഓൻ ചോദ്യം കണ്ടേക്കാരം ഇമ്മ കാരണമല്ല പോൾക്ക് എന്നുള്ളത്. ഇപ്പം അല്ലെങ്കിലും അള്ള തിരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. കുടുംബത്തിൽ നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരും കൂടി പോണ്. വെറുതെ എന്തിനാണ്? പിന്നെ ഇപ്പം ആദ്യക്കും വലിയ തൃപ്തി ഇല്ല. അഫ്സൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ പോവാൻ വലിയ തൃപ്തിയൊന്നും ഇല്ല. പിന്നെ ഓളമ്മ വിളിക്കുമ്പോൾ ഓളെങ്ങനെ പറയുക? ഓൾക്കൊന്നും പറയാൻ പറ്റൂലല്ലോ ഇക്ക് വരാൻ താല്പര്യം എന്നുള്ളത്. ഓരെന്താ വിചാരിക്കാച്ചിട്ട് അവ വിളിച്ചിരുന്നു. അവ വിളിച്ചിട്ട് എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാം, അളിയാൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ താത്താൻ അവിടെ നിർത്തിക്കോളി, ഇങ്ങോട്ട് പറഞ്ഞയക്കണ്ടാന്ന്.
ഞങ്ങൾക്ക് ഓൾക്ക് മെസ്സേജ് ഇട്ടീന്നാലാ നിങ്ങൾ എന്നാ കൊണ്ടിരുന്നെന്ന് വെച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന്. അതാണ് എൻ്റെ ആങ്ങള. എൻ്റെ ആങ്ങളുടെ സ്വഭാവം അതാണ്. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ ഒരു സാധുവായിപ്പോയി. മൂക്കത്തൊരു ഈച്ചാന്ന് പറഞ്ഞ മാറ്റ സ്വഭാവമായി പോയില്ല എൻ്റെ ആങ്ങളത്. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ മോളെ കണ്ടിട്ടേ ആൺകുട്ടിയാണെന്നാ തോന്നുന്നത്. പിന്നെ ഇടയ്ക്കേ പള്ളമ്മ കൈ വെച്ചിങ്ങാണ്ടേ കുട്ടിനോടാണ് സംസാരിക്കണത്. മോനേന്നാണ് വിളിക്കല്. ആൺകുട്ടി തന്നെയാണ് തോന്നുന്നത്. ഓളെ ആ ഒരു ക്ഷീണവും മൊത്ത കരുവാളിപ്പും ഒക്കെ പാടെ കണ്ടിട്ട് എനിക്ക് ആൺകുട്ടിയാന്നാ തോന്നുന്നത്. പിന്നെ പണ്ടത്തെ ആൾക്കാർ ഓരോ ചൊല്ലല്ലത്, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം നിറം വെക്കും, ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കരുവാളിക്കുന്നു ഒക്കെ വെറുതെയാണ്. ഒക്കെ ഇനി പടച്ചോൻ്റെ അടുത്ത് എടുക്കണം. നല്ലപോലെ എൻ്റെ കുട്ടി രണ്ട് നിലയായിട്ട് പ്രസവിച്ചുകൊണ്ട് പോന്നാൽ മതി. അതിനൊരാപത്ത് ചെയ്യാതെ ഖത്തറുള്ളൂ. 3 മാസം തന്നെ ഛർദ്ദിച്ച് ഇപ്പോഴും അതിന് രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മസിൽ കയറ്റാണ്. അതങ്ങനെ ഒരു കഥ. മടി ഒന്ന് കുറച്ചു നേരം പോയി കിടന്നു. ഇങ്ങനെ നടക്കല്ലേട്ടോ, എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാപ്പിളുടെ അടുത്ത് ഒരു ഇമ്മാനാണ് പറയുമ്പോൾ നോക്കിയിട്ട് ചെയ്യാന്ന് പറയും. ഇല്ലമ്മ, ഞാൻ നടക്കണമൊന്നുമില്ല. കുറച്ചു നേരം കെടുക്കും, പിന്നെ ഇരിക്കും. പിന്നെ കൂടുതൽ ഇങ്ങനെ കെടുക്കാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാൻ കിടന്നോളാം. പഠിച്ചവനെ എൻ്റെ 2 മക്കൾക്കും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കാനുള്ള. എടാ ചെക്കനെ എൻ്റെ മാമിമാരും എൻ്റെ അമ്മമ്മയും എൻ്റെ ഉപ്പച്ചിയും ഒക്കെ എന്ത് സ്നേഹം എന്നറിയോ. ഈ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ ഇന്ന പേർക്ക് ആർക്കും ആവശ്യം ഉണ്ടാവില്ല എന്നാ തോന്നുന്നത്. മിക്കവാറും അങ്ങനെ ആവും. അതുപോലെ അവ്വാൻ്റി ഉമ്മമ്മ എൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ടാവും. ഇന്നെല്ലാവരും ഒഴിവാക്കുന്ന തോന്നുന്നത്. എന്താണ് ഭയങ്കര പരാതി പറച്ചിലാണല്ല. അല്ലാതെ ഈ മോനാണെന്ന് തന്നെ തീരുമാനിച്ചാ? ഞാൻ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ എന്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ കുഞ്ഞ് കേൾക്കുന്നുള്ളത്. നിങ്ങളെല്ലാരും സ്നേഹത്തിനെ പറ്റി പറയായിരുന്നു ഞാൻ എൻ്റെ കുട്ടീനോട്. ആൺകുട്ടിയാണെന്ന് തീരുമാനിച്ച്. ആൺകുട്ടീനെ അവിടെ ആദ്യ ചെറുതാത്ത പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. അതിന്റെ മനസ്സിൽ വെപ്രാളം കൊണ്ടാണ്. വിഷമമുണ്ട് എനിക്ക്. അന്നുള്ള സ്നേഹം കൊണ്ട് പറയാണ്. പിന്നെ എൻ്റെ ചെറുതാത്ത പറഞ്ഞതിലാണല്ലോ എനിക്ക് സങ്കടം. ഒന്ന് പെണ്ണാവിടുന്ന്. ഹിക്കാക്കാന്നുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കോ, എനിക്കെന്താണ് എന്നുള്ളൊരു ഭയം. എല്ലാവർക്കും 9ാം മാസത്തിലാണല്ലോ റിനോ പേടിയും വേവലാതി ഉണ്ടാവില്ല. എൻ്റെ കാക്കാക്കേ ഞാൻ പ്രഗ്നന്റ് ആയേ മുതൽക്കേ പേടിയും വേവലാതിയാണ്. ഇത് എന്ത് മനുഷ്യനാണടി എൻ്റെ കാക്ക. പ്രസവത്തിനെ എൻ്റെ വീട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മക്കാക്ക് വിളിച്ചിരുന്നാലാ. ഹിക്ക അതിനെ സമ്മതിച്ചിട്ടില്ല. എനിക്ക് പോകാൻ പറ്റും തോന്നണില്ലടി എൻ്റെ വീട്ടിക്ക്. എനിക്കത് ഊഹിക്ക. അഫ്സൽ കാക്കേ ഈ എൻ്റെ വീട്ടിക്കേ പ്രസവത്തിന് പോണേന് ഒട്ടും താല്പര്യമില്ലല്ലേ. അത് പിന്നെ അങ്ങനല്ലേ, 1ാം മാസം മുതൽക്ക് തന്നെ അഫ്സലൊക്കെ പറയുന്നുണ്ട് അവളെ പ്രസവത്തിന് കൊണ്ടുപോകാൻ പറ്റൂല, ഞാൻ നോക്കിക്കൊണ്ട് എന്നൊക്കെ. പിന്നെ സമ്മതിച്ചു കൊടുക്കല്ല മാർഗല്ലേ മോളെ. ആടി ഇപ്പൊ വിളിച്ചപ്പോഴൊക്കെ എന്താ പറഞ്ഞതെന്നറിയാം. അവിടെ അമ്മയും അവ ഒറ്റക്കല്ലേ, ആണുങ്ങളില്ലാത്ത പെരയാണ്. രാത്രി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോക്ക്, അന്നെ ഞാൻ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നോ. അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് എൻ്റെ കാക്കാൻ്റെ വേജാറ്. പിന്നെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ്. ഇക്കാക്ക് താല്പര്യം ചെയ്യാന്നുണ്ടെങ്കിൽ പോണ്ട. ശരിയാണ് ആദ്യ ഇക്ക പറഞ്ഞതിലും വലിയൊരു കാര്യമുണ്ട്. അവിടെ ആണുങ്ങൾ ആരും ഇല്ലല്ലോ. എൻ്റെ അമ്മയും അവി മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ മൂത്താമ്മി അവിടെ നിന്ന് വരണ്ടേ. എനിക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു വണ്ടി കിട്ടാനോ ഒന്നും മാർഗമില്ല. ഇവിടെ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടേനു. അഫ്സലിക്ക് ആ ടൈം ആകുമ്പോഴത്തേനും വരും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടിറിഞ്ഞോ ഞാൻ ഇക്കാനോട് പറഞ്ഞത് പോണില്ല എന്നുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക വരണുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, ഇക്കും തന്നെ ആ ഒരു സമാധാനം ഉണ്ട്. പിന്നെ നമ്മളെ വീടാന്നുണ്ടെങ്കിൽ റോഡിന്റെ വക്കിനായത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച വണ്ടി കിട്ടുമല്ലോ. ഞങ്ങളവിടെ നിന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കിട്ടാൻ പണിയാണ്. പിന്നെ ഇക്കെന്നുണ്ടെങ്കിൽ പിടിവാശി വിടണില്ല. എൻ്റെ കാക്ക പിടിവാശി വിടാഞ്ഞപ്പോൾ ഞാൻ എന്ത് കാട്ടാനാ. ഇതിനൊക്കെ ഞാൻ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാണോ. അതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ടാവും അഫ്സലാക്കെ ഇങ്ങനൊക്കെ നിർബന്ധം പിടിക്കണത്. അല്ലെങ്കിൽ മൂപ്പരാൾ ഇങ്ങനെ നിർബന്ധം പിടിക്കൂലല്ലോ. ഈ അവിടെ സമ്മതിച്ചാളാ. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ്ടേ ഈ വാശി പിടിക്കണ്ട, ഈ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്ക് ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ,
പിന്നെ അസലിക്കാൻ്റെ വരവും ഈ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇക്കറിയാം എനിക്ക് പ്രസവം അടുക്കും തോറേ നല്ലോണം ടെൻഷൻ ഉണ്ട് എന്നുള്ളത്. എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഒന്നല്ലെങ്കിലേ നല്ലോണം സ്നേഹിക്കണ ഒരു കെട്ടിയാനെ കിട്ടിയില്ലേ. ഇങ്ങനത്തെ ഒരു കെട്ടിയാൻ ആർക്കാ കിട്ടല്? ഗൾഫിലാണെന്നുണ്ടെങ്കിൽ മനസ്സ് മുഴുവൻ എവിടെയാണ്. ഞാൻ എന്തായാലും കോളേജിൽ പോട്ടെ. ഇമ്മി മോനാണെന്ന് തീരുമാനിച്ചിക്കണല്ല. ഇമ്മി മോനപ്പേ കുറച്ചേരം സംസാരിച്ചിരിക്കും. ഞാൻ കോളേജിൽ പോട്ടെ. ആ എന്നാ ചെല്ലി, ഈ കോളേജിൽ ചെല്ലി. ഞാനേ കുറച്ചേരം നടക്കട്ടെ. ഇമ്മണ്ട് പറഞ്ഞ് കൂടുതൽ ഇങ്ങനെ ഇരിക്കണ്ടെന്ന്, അതും കേടാണ്. അപ്പോൾ ഞാൻ കുറച്ചേരം നടക്കട്ടെ, പോയിട്ട് ചെല്ലാൻ നോക്കും. പിന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനൊക്കെ കിട്ടിക്കണെന്ന് പറഞ്ഞല്ല, ഈ അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. നല്ലൊരു കൂട്ടുകാരത്തിയാണ്, റാനിയ എന്നാണ് പേര്. ഞാൻ എന്തായാലും കോളേജ് വിട്ടന്നിട്ടേ അവളെ പറ്റി എല്ലാം പറഞ്ഞു തരണ്ട്. നല്ല രസമാണ്. പക്ഷേ ആള് നല്ല ഈ ടീമിലാണ് കേട്ടോ. ആയിക്കോട്ടെ, എന്നാ കോളേജ് വിട്ടന്നിട്ടേ പറയട്ടേച്ചി. ഞാൻ വന്നിട്ടേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണ്ടാ. ഇപ്പൊ തന്നെ നേരം വൈകിക്കണ് കോളേജിൽ പോകാൻ. ഞാൻ പോയി. വാവേ, നമുക്ക് നല്ല ഭാഗ്യണ്ടടാ. ഇതുപോലത്തെ ഒരു കുടുംബത്തിലല്ലേ ഇമ്മിച്ച് വന്ന് പെട്ടത്. നല്ല സ്നേഹമാണ്. എൻ്റെ 2 മാമിമാരും നല്ല സ്നേഹവും. ഇപ്പച്ചിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹമാണ്. ഇമ്മച്ചിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പച്ചിക്ക് ജീവനാണ്. പൊന്നു പോലെയാണ് ഇമ്മച്ചിനെ നോക്കണ്. വരുന്നുണ്ട് കേട്ടോ, നമ്മളൊപ്പച്ചി വരുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ടേ. എൻ്റെ ഉപ്പച്ചിക്ക് എടുക്കണാല എന്നെ ആദ്യം. അതാണ് എൻ്റെ ഉപ്പച്ചിൻ്റെ വാശി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളെ മഹർ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ മഹർ സ്റ്റോറിക്ക് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തെന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അതിൻ്റെ പുറമെ നമ്മുടെ ക്യാരക്ടർ അഫ്സലുണ്ടല്ലോ, അവനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഞാൻ കഥ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവനൊരു മടിയും കൂടാതെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതെനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പൊ നമ്മളെ മഹർ സ്റ്റോറി ഇവിടെ കഴിഞ്ഞില്ല. അവന്റെ കഥ ആയിട്ട് 2ാം ഭാഗം വരുന്നുണ്ട് കേട്ടോ. ആദിന്റെയും അഫ്സലിന്റെയും കഥ ഇവിടെ അവസാനിച്ചു. ആദിക്ക് 6ാം മാസമാണ്, അഫ്സൽ ഗൾഫിലാണ്. പക്ഷെ അവന്റെ സ്റ്റോറിയിൽ അഫ്സലിനെയും ആദിനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മഹറിന്റെ ഒരു പേര് മാറ്റിക്കണം കേട്ടോ. തണൽക്കൂട് എന്നാക്കിയേക്കണ്. ഒരു നിറഞ്ഞ കുടുംബത്തിന്റെ സ്റ്റോറിയാണ്. സ്റ്റോറിന്റെ പേര് തണൽക്കൂട് എന്നാണ്. ഇൻഷാ അല്ലാ 2 ദിവസം ഈ സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പുതിയ സ്റ്റോറി ഇടാട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ 2ാമത്തെ തണൽക്കൂട് എന്ന് പറഞ്ഞ സ്റ്റോറിക്ക് ഒരു ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കട്ടെ. അപ്പൊ ഈ മഹർ ആദിനെയും അഫ്സലിനെയും നിങ്ങൾ സ്വീകരിച്ച പോലെ തണൽക്കൂട്ടില് അവനെയും ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. അവരെല്ലാരും നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. നിങ്ങൾ എന്തായാലും കമന്റ് ഇതിൽ ചെയ്യണം കേട്ടോ. നിങ്ങളെ വീഡിയോസിന്റെ അഭിപ്രായം എന്തായാലും കമന്റ് ലൈക്കും ഒക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.